തിരുവനന്തപുരം വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അപാനുമായി നിർണായക തെളിവെടുപ്പ് ആരംഭിച്ചു. അപാന്റെ പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ ചുള്ളാളത്തെ വീട്ടിലും പറമ്പിലുമാണ് തെളിവെടുപ്പ് നടന്നത്. തെളിവെടുപ്പിനിടെ ലത്തീഫിന്റെ ഫോണും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. ഷഫീദ് റാവുത്ത് തുടരുകയാണ് ചുള്ളാളത്ത് നിന്ന്. ഷഫീദ്, ഇപ്പോൾ നടക്കുന്ന കാര്യം എന്താണ്? സംഘം ചുള്ളാളത്തെ വീട്ടിൽ നിന്നും പേരുമലയിലെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. പേരുമലയിലും തെളിവെടുപ്പ് നടക്കും. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഇന്നലെ കസ്റ്റഡിയിൽ ലഭിച്ച അഫാനുമായി പോലീസ് സംഘം തെളിവെടുപ്പ് ആരംഭിച്ചത്. നേരത്തെ നമ്മൾ കണ്ടത് ഈ പാങ്ങോട് പോലീസ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കിയതെങ്കിൽ മറ്റ് 4 നിർണായക തെളിവെടുപ്പ്, അതിലൊന്ന് പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ, ഇവരെ രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ കിളിമാനൂർ SHO ഇയാളെ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടപടികൾ നടത്തുന്നത്. നേരെ രാവിലെ 8 മണിക്കുന്ന പോലീസ് സംഘം എത്തിയത് ചുള്ളാളത്തെ ലത്തീഫിന്റെ വീട്ടിലേക്കായിരുന്നു. ഈ പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം അഫാൻ ചുറ്റികയുമായി എത്തിയത് ചുള്ളാളത്തെ ചുള്ളാളം എസൻപുരത്തെ ഈ വീട്ടിലേക്കായിരുന്നു. ഇവിടെ എത്തിയ ശേഷം ആദ്യം ഈ ലത്തീഫിന്റെ ഭാര്യ ഷാജിദ അടുക്കളയിലേക്ക് പോയി തിരികെ വരുന്നതക്കം ലത്തീഫിനെ തലക്കടിക്കുന്നു. അങ്ങനെ ലത്തീഫ വലിയ വായിൽ വിളിക്കുമ്പോൾ ഷാജിദ ഇറങ്ങി വരികയും ഷാജിദയെ 2 തവണ തലക്കടിക്കുകയും ചെയ്തു. പിന്നീട് ഈ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ക്രൂരമായ സംഭവം നടന്ന നിമിഷങ്ങളായിരുന്നു. അതായത് ലത്തീഫിനെ ഏതാണ്ട് 20-ലധികം തവണ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന്റെ കാരണം ലത്തീഫിനോട് അഫാൻ അത്രമാത്രം വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് തെളിവെടുപ്പ് നടക്കുമ്പോഴടക്കം അഫാൻ ആ വൈരാഗ്യത്തെക്കുറിച്ച് പോലീസിനോട് വിവരിക്കുകയായിരുന്നു. കുടുംബമാകെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ ഈ ലത്തീഫ് കുത്തുവാക്കുകൾ കൊണ്ട് നോവിച്ചു എന്നുള്ളതാണ് ഈ പക തോന്നാനുള്ള കാരണമായി അഫാൻ പറഞ്ഞ കാര്യം. മുൻപും പിതൃ സഹോദരനും വെൽ സെറ്റിൽഡുമായ CISF ഉദ്യോഗസ്ഥനാണ് ലത്തീഫ, റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണ്. ഇയാൾ നേരത്തെ ഈ അഫാന്റെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും പണം ആവശ്യപ്പെട്ടു, എന്നിട്ട് കൊടുക്കാൻ തയ്യാറായില്ല. അതിനൊപ്പം പ്രണയത്തെ കുറ്റപ്പെടുത്തുന്നു, സാമ്പത്തിക ബാധ്യതയെ കുറ്റപ്പെടുത്തുന്നു. ഇതടക്കം വൈരാഗ്യത്തിന് കാരണമായി എന്ന് അഫാൻ തെളിവെടുപ്പ് വേളയിൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ കേസിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത കേസിൽ ഏറ്റവും നിർണായകമായത് ലത്തീഫിന്റെ ഫോൺ എവിടെയെന്നുള്ള ചോദ്യമായിരുന്നു. ഈ ചുള്ളാളത്തെ ലത്തീഫിന്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് 250 മീറ്റർ മാറി മറ്റൊരു റബ്ബർ പുരയിടത്തിൽ, അത് റോഡ് സൈഡിൽ തന്നെയാണ്, അവിടെ നിന്ന് ഇന്നത്തെ തെളിവെടുപ്പിൽ പോലീസിന് ഈ ലത്തീഫ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പാങ്ങോട് സൽമാ ബീവി മരിച്ചു കിടക്കുന്നുണ്ടെന്ന വിവരം നാട്ടിൽ പരന്നതിന് ശേഷം ഈ നാട്ടിൽ പരന്നപ്പോൾ തിരികെ എത്തി ഈ മൊബൈൽ ഫോണിലേക്ക് നിരവധി തവണ ഫോൺ വന്നിരുന്നു. ആ ദേഷ്യത്തിൽ താൻ ഫോൺ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി. ഏതായാലും ആ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. സ്കേൻ.